ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു ചിന്നൂസ് ടേസ്റ്റ് ബേർഡ്സ്. ഇന്ന് ഞാൻ കുക്കിംഗ് റെസിപ്പി ആയിട്ടല്ല വന്നിരിക്കുന്നത്. കേക്ക് ബോർഡ് എങ്ങനെയാണ് വീട്ടിൽ ഉണ്ടാക്കാം എന്നാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമ്മളിത് കേക്ക് ഉണ്ടാക്കിയിട്ട് ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ കേക്കിൻ്റെ താഴെ വെക്കുന്ന ബേസ് ബോർഡാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് വീട്ടിൽ തയ്യാറാക്കുന്നത് നോക്കാം. അതിന് മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ കൂടെ തന്നെ ബെൽ ഐക്കണിൽ ഓൾ എന്നുകൂടെ ക്ലിക്ക് ചെയ്യണം. അപ്പോഴേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് ഉടനെ തന്നെ മെസ്സേജ് വരുള്ളൂ. ഞാനിവിടെ ഒരു കാർഡ് ബോർഡാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ടോയ്സൊക്കെ വാങ്ങിക്കുമ്പോഴോ അതേപോലെ കുക്കറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന സാധാരണ കാർഡ് ബോർഡാണിത്. ഇനി നമ്മൾ ഏത് ഷേപ്പിലാണ് കേക്ക് ബോർഡ് ഉണ്ടാക്കുന്നത് ആ ഷേപ്പിൽ നമ്മൾ കേക്ക് ബേക്ക് ചെയ്യുന്ന ട്രേ, അല്ലെങ്കിൽ ഇതേപോലെ ഇപ്പോൾ ഞാനിവിടെ സ്ക്വയർ ഷേപ്പാണ് കാണിക്കുന്നത്. അപ്പോൾ സ്ക്വയർ ഷേപ്പിലുള്ള ഒരു പ്ലേറ്റ്, അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ റൗണ്ട് ഷേപ്പിലാണ് ചെയ്യുന്നുണ്ടെങ്കിൽ റൗണ്ട് ഷേപ്പിൽ ഒരു പ്ലേറ്റ്, നമുക്കൊന്ന് സൈസ് ആ ഒരു കറക്റ്റ് അളവ് കിട്ടാൻ വേണ്ടിയുള്ളൊരു പ്ലേറ്റ് എടുക്കുക. റൗണ്ട് ഷേപ്പ് ആണെങ്കിൽ ആ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു കേക്ക് ടിന്നിൻ്റെ ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഞാനിവിടെ സ്ക്വയർ ഷേപ്പ് കേക്കിന് വേണ്ടിയാണ്. അപ്പോൾ കേക്ക് ടിന്ന് ഏതാണെന്ന് വെച്ചാൽ അതൊന്ന് മറിച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് ആ ഷേപ്പിൽ ഒരു സ്കെച്ച് കൊണ്ടോ അല്ലെങ്കിൽ ഒരു മാർക്കർ കൊണ്ടോ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. 4 സൈഡും ഒന്ന് അടയാളപ്പെടുത്തി എടുക്കാം. ഇത് വളരെ സിമ്പിളാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഷോപ്പിൽ നിന്നൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. വീട്ടിൽ തന്നെ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. 4 ഭാഗത്തേക്ക് ഒന്ന് മാർക്കർ കൊണ്ട് ഒന്ന് വരച്ചു കൊടുക്കുക. പിന്നെ ഇത് നമ്മൾ ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ കുറച്ചുകൂടെ ഇപ്പോൾ കറക്റ്റ് സ്ക്വയർ ഷേപ്പിൽ വരച്ചിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്തെടുക്കുമ്പോൾ കുറച്ചുകൂടെ വലിപ്പത്തിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ. കാര്യം കേക്കിൻ്റെ കറക്റ്റ് സൈസിൽ മുറിച്ചെടുക്കരുത്. കേക്ക് ബോർഡ് കുറച്ച് വലിപ്പം കൂട്ടി വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ കേക്ക് ബോർഡിൽ നമ്മൾ അളവെടുത്തതിൽ നിന്നും കുറച്ച് മുമ്പോട്ട് ഷേപ്പ് ചെയ്തൊന്ന് വെട്ടിക്കൊടുക്കാം. ഇപ്പോൾ റൗണ്ട് ഷേപ്പിലാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഏത് ഷേപ്പിലാണ് റൗണ്ട് ഷേപ്പിലുള്ള കേക്കിൻ്റെ മൗൾഡ് എടുത്തിട്ട് അതിനേക്കാളും കുറച്ച് വലിപ്പമുള്ള ഒരു പ്ലേറ്റ് എടുക്കുക. എന്നിട്ട് അത് വേണം അളവെടുക്കാനായിട്ട്. അല്ലാതെ കറക്റ്റ് കേക്ക് മൗൾഡിൻ്റെ ഷേപ്പിൽ തന്നെ വെട്ടിയെടുക്കരുത്. അപ്പോൾ ഇതേപോലെ 4 സൈഡും ഒന്ന് വെട്ടിയെടുക്കുക. ഇനി നമുക്കൊരു അലൂമിനിയം ഫോയിലാണ് വേണ്ടത്. അലൂമിനിയം ഫോയിൽ ഇതേപോലെ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഇതും നമുക്ക് ഈ സ്ക്വയർ ഷേപ്പിന് ആ അളവ് വെച്ചിട്ട് അതിനേക്കാളും കുറച്ച് വലിപ്പം കൂട്ടി ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. കാര്യം ഇത് നമുക്ക് ഉള്ളിലേക്ക് മടക്കി വെച്ച് കൊടുക്കാനുള്ളതാണ്. ഇനി നമ്മളെടുക്കുന്ന കാർഡ് ബോർഡിന് കട്ടിയില്ലെങ്കിൽ 2 പീസ് കാർഡ് ബോർഡ് എടുത്ത് രണ്ടും ഒന്ന് ഒട്ടിച്ച് വെച്ച് കൊടുക്കുക. അപ്പോൾ കുറച്ചുകൂടെ നല്ല കട്ടി ഉണ്ടാവും നമ്മുടെ കേക്ക് ബോർഡിന്. അപ്പോൾ ഇത് ഏകദേശം നല്ല കട്ടിയുള്ള കാർഡ് ബോർഡ് ആയതുകൊണ്ട് ഞാൻ ഒരു പീസ് മാത്രമേ വെക്കുന്നുള്ളൂ. അല്ലെങ്കിൽ 2 പീസ് എടുത്ത് ഒന്ന് ഒട്ടിച്ച് വെച്ച് കൊടുക്കാം. ഇനി ഈ അലുമിനിയം ഫോയിൽ എല്ലാ ഭാഗത്തേക്കും ഒന്ന് മടക്കി വെച്ച് കൊടുക്കണം. ഞാനിവിടെ കാർഡ് ബോർഡിൻ്റെ ഒരു സൈഡിൽ ഡിസൈൻ ഉള്ളതുകൊണ്ട് അതൊന്ന് മറിച്ച് വെച്ചിട്ടാണ് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അലുമിനിയം ഫോയിൽ എല്ലാ ഭാഗത്തേക്കും ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെക്കുക. ഇത് കറക്റ്റ് ആ ഒരു ഷേപ്പിൽ ടൈറ്റ് ചെയ്ത് ഒട്ടിച്ചെടുക്കുക. എന്നിട്ട് നമുക്കൊരു ഇൻസുലേഷൻ ടേപ്പ് കൊണ്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഒട്ടിച്ച് വെക്കാം. ഈ അലൂമിനിയം ഫോയിലും കാർഡ് ബോർഡും കറക്റ്റ് ഫിക്സ് ആയിട്ടിരിക്കാൻ വേണ്ടി നല്ല ടൈറ്റായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കുക. ഇതേപോലെ വൈറ്റ് കളറിലെ ഇൻസുലേഷൻ സെല്ലോ ടേപ്പ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പം അങ്ങനെ ഇതേപോലെ എല്ലാ ഭാഗത്തേക്കും നമുക്ക് ഒട്ടിച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിത് എല്ലാ ഭാഗവും ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് ബോർഡ് തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് റൗണ്ട് ഷേപ്പിലോ നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടത് ആ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. കുറച്ചുകൂടെ കട്ടി കിട്ടാൻ വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2 കാർഡ് ബോർഡ് ഒട്ടിച്ച് വെച്ചിട്ടാണെങ്കിലും ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ബട്ടർ പേപ്പർ എങ്ങനെയാണ് വീട്ടിലുണ്ടാക്കുന്നതെന്നുള്ള വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് ഷെയർ ചെയ്യുന്നുണ്ട്, അതുകൂടെ കാണുക. അത് ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയെന്നും പറഞ്ഞുള്ള മെസ്സേജും കമൻസും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കൂടുതൽ വീഡിയോസിന് വേണ്ടി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.